വോട്ട് ചോരി ആരോപണം കോൺഗ്രസിനെ എങ്ങനെ തകർത്തു? കോൺഗ്രസിന് ബീഹാർ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഒരു തകർച്ചയാണ്. കഴിഞ്ഞ 3 ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ 27, അതിൽ നിന്ന് 19, അതിൽ നിന്ന് 6 എന്നുള്ള ഒരു വലിയ തകർച്ചയിലേക്കാണ് എത്തിയത്. 2015 അസംബ്ലി ഇലക്ഷനിലെ ബീഹാറിൽ അവർക്ക് 27 സീറ്റുണ്ടായിരുന്നു. 2020 അത് 19 ആയിരുന്നു. ഇപ്പോൾ 2025 ആയപ്പോഴത്തേന് അത് 6 സിംഗിൾ ഡിജിറ്റിലേക്ക് താന്നു. രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും പ്രചരണ സമയത്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യമായിരുന്നു വോട്ട് ചോരി. അപ്പോൾ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണമാണ് കോൺഗ്രസിനെ തറപറ്റിച്ചത്. എങ്ങനെയാണെന്ന് നോക്കാം. രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയും, അത് ഹരിയാന ബോംബ്, ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞ് വൻ പ്രചരണം നടത്തി. അതുപോലെ ഒരു സാധാരണ വലിയ പ്രൊഫസർമാരൊക്കെ നടത്തുന്നത് പോലെ, അല്ലെ അക്കാഡമിക് കോൺഫറൻസ് നടത്തുന്നത് പോലെ PPT പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ കള്ളം പറയുന്നത് സത്യമാകുമെന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഒരു പ്രസൻറ്റേഷൻ മോഡിലൊക്കെയാണ് ഈ വോട്ട് ചോരിയെ പറ്റിയൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിറ്റേ ദിവസം മറ്റുള്ളവർ അത് കള്ളമാണ് എന്ന് സമർത്ഥിച്ചു. അപ്പോൾ ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടക്കുന്നത് ഒക്കെ കള്ളം പറഞ്ഞ് നടക്കുന്നതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഈ എൻ്റെ കയ്യിൽ തെളിവുണ്ട്, എൻ്റെ കയ്യിലുള്ളത് ബോംബാണ്, ഹൈഡ്രജൻ ബോംബാണ്, ആറ്റം ബോംബാണ് എന്നൊക്കെ പറയുന്ന ഈ രാഹുൽ ഗാന്ധി കോടതിയിൽ എന്തുകൊണ്ട് ഈ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സംശയമായിട്ട് നിന്നു. കാരണം ഇത്രയധികം തെളിവുണ്ടെങ്കിൽ ചോരി എന്ന് പറയുന്നത് കളവാണല്ലോ. അപ്പോൾ കളവ് എന്ന് പറയുന്നത് കുറ്റകരമായൊരു കാര്യമാണ്. അങ്ങനെ കുറ്റകരമായ ഒരു കാര്യം അതിൻ്റെ കാര്യം അറിയുകയും അതിനെപ്പറ്റി തെളിവും കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്നുള്ള നിലയിൽ, അതുപോലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കേണ്ടതാണ്. പക്ഷേ കോടതിയിൽ ഒരു കേസ് പോലും രാഹുൽ ഗാന്ധി കൊടുക്കാൻ മെനക്കെട്ടില്ല എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്നത് മുഴുവൻ വെറും കള്ളമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ കളവ് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിനു മുമ്പും ചൗക്കീദാർ ചോർ എന്നും പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ ഈ ചോരി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഓടുന്ന ഒരു കാര്യമാണ്. കാരണം മിക്കവാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ ഈ ചോരിയും ചോറും നടത്തുന്നവർ ആയതുകൊണ്ട് അദ്ദേഹം കരുതുന്നത് BJPയിലുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കും, സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലെ ചോരി കക്ഷികളാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ അങ്ങനെ തലയിൽ കൊണ്ട് നടക്കുന്ന ഒരു ആളായിരിക്കും ഈ രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചോർ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പ്രചരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ പാർട്ടിയെ നിലംപരിശാക്കി എന്നുള്ളത് ബീഹാർ ഇലക്ഷനിൽ നമ്മൾ ഇപ്പോൾ അടുത്തിടെ കണ്ടു. ആ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും മോശം അവിടുത്തെ പ്രാദേശിക പാർട്ടി രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടിയിലേക്കാളുമൊക്കെ വളരെ കുറഞ്ഞ ഒരു ഇതിലേക്ക് പോയി എന്നുള്ളതിൽ നിന്ന് കോൺഗ്രസ് അവിടെ തറപറ്റി. അപ്പോൾ ഈ വോട്ട് ചോരി എന്നുള്ള പ്രചരണമാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്നുള്ളതും പ്രധാനമാണ്. കാരണം കള്ളം പറയുന്ന രാഹുൽ ഗാന്ധിയെ വോട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭികാമ്യമല്ല എന്ന് ബീഹാറിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ അതിനുള്ള മറുപടിയും രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ, അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള മറ്റ് പ്രധാന കക്ഷിയായ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി എന്തൊക്കെ ചോരിയാണ് നടത്തുന്നതെന്നുള്ളത് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുമ്പോൾ അവിടെ ജോലിക്ക് സ്ഥലം ചോരി നടത്തിയ ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവിൻ്റെ അമ്മയും ഒക്കെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് അദ്ദേഹം റെയിൽവേ മന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും ജോലി കൊടുക്കാൻ വേണ്ടി സ്ഥലം ഇവരുടെ പേരിലേക്ക് മാറ്റി. അത് ജോലിക്ക് വേണ്ടി സ്ഥലം ചോരി, അതായിരുന്നു ഈ
ലാലു പ്രസാദ് യാദവിൻ്റെ RJD, അതായത് ഈ രാഹുൽ ഗാന്ധിയുടെ കൂട്ട് കക്ഷി നടത്തിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഈ അവിടുത്തെ കാലിത്തീറ്റ ചോരി എന്ന് പറയുന്ന ആരോപണം നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനം പോയി ഭാര്യയെ വീണ്ടും മുഖ്യമന്ത്രിയായി അദ്ദേഹം ജയിലിൽ കിടന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് ഈ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അപ്പോൾ ചോരി മാത്രം അറിയാവുന്ന അതിൻ്റെ ആശാന്മാരായ RJD ആണ് രാഹുൽ ഗാന്ധിയുടെ കൂട്ടാളികൾ ബീഹാറിൽ. അപ്പോൾ ഈ ചോരി എന്ന് പറയുകയും യഥാർത്ഥ ചോരിയുടെ ആശാന്മാരുടെ കൂടെ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന രാഹുൽ ഗാന്ധിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പറയുന്നത് കളവാണ്, പൊള്ളയാണ് എന്നുള്ളത് സുബോധമുള്ള മനുഷ്യർക്ക് ഒക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വോട്ട് ചോരി എന്ന ആ ഒരു ആരോപണം കൊണ്ട് മാത്രം കോൺഗ്രസ് ഈ ബീഹാർ ഇലക്ഷനിൽ സിംഗിൾ ഡിജിറ്റിലേക്ക് അവരുടെ ഏറ്റവും മോശം പ്രകടനമായിട്ട് മാറിയത്. ഇതിനു മുമ്പൊക്കെ അവിടെ കാസ്റ്റ് പൊളിറ്റിക്സും ഈ കോൺഗ്രസ് പറഞ്ഞിരുന്ന രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഈ സിംഗിൾ ഡിജിറ്റിലേക്ക് വന്നിരുന്നില്ല. ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഈ ചോരി എന്ന് പറയുകയും ഈ ജോലിക്ക് വേണ്ടി സ്ഥലം ചോരി, കാലിത്തീറ്റ ചോരി എന്ന് പറഞ്ഞുള്ള എല്ലാവിധ ചോരിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ലാലു യാദവിൻ്റെ പാർട്ടിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും കളവാണ് പറയുന്നതെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ കളവ് പറയുന്ന ഈ ചോരി അല്ലെ ചോറെന്ന് തലയിൽ കൊണ്ടു നടക്കുന്ന രാഹുൽ ഗാന്ധിയെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ തലയിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായിട്ടും ബീഹാർ ഇലക്ഷനിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രകടനത്തിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പഠിക്കേണ്ട പാഠം എന്താണ്? നമ്മുടെ ഈ വോട്ട് ചോരി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പെങ്ങളും അമ്മയുമൊക്കെ കേരളത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് വരുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഈ ബീഹാറിലെ പോലെ സിംഗിൾ ഡിജിറ്റിലേക്ക് എത്തുന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കുമോ എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട സമയമായി. അപ്പോൾ ഈ വോട്ട് ചോരി പറയുന്ന രാഹുൽ ഗാന്ധിയും പെങ്ങളും അമ്മയുമൊക്കെ കേരളത്തിലെ കോൺഗ്രസ്സിന് പ്രചരണത്തിന് മുതൽക്കൂട്ടാകുമോ അതോ ദോഷമാകുമോ എന്നുള്ളതാണ് ബീഹാറിലെ ഇലക്ഷൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് നൽകുന്ന സന്ദേശം.